കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പാർട്ടി എന്ന് പറയുന്നത് അതല്ലെങ്കിൽ CPM എന്ന് പറയുന്നത് ഈഴവന്റെ പാർട്ടി എന്നാണ് ചരിത്രപരമായിട്ട് അറിയപ്പെടുന്നത്. അവിടെ വരുന്ന നേതാക്കളും ഇപ്പം മുഖ്യമന്ത്രിമാരാണെങ്കിൽ VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ, അതല്ലെങ്കിൽ ഈഴവർക്ക് കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ലഭിക്കുന്ന അല്ലെങ്കിൽ അവർ ഭരണാധികാരത്തിൽ വരുന്ന സമയത്ത് അവർക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്ന പാർട്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇന്നത്തെ ആ പാർട്ടിയുടെ അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പാർട്ടി അടിമപ്പെട്ടു പോയത്? അടിമപ്പെട്ടു പോയി എന്ന് ഞാൻ പറയുന്നത് സുഡാപ്പികൾക്ക് അടിമപ്പെട്ടു പോയിരിക്കുകയാണ് ഈ പാർട്ടി. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ ഹിന്ദു പത്രത്തിന് കൊടുത്ത ഒരു ഇന്റർവ്യൂവും അതുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ അതിൽ നിന്നൊരു മാറ്റത്തിലേക്കാണോ പാർട്ടി ഉദ്ദേശിക്കുന്നത്? ഈഴവന്റെ പാർട്ടി എന്ന് പറയുമ്പോഴും അതിന് താഴെ ഉള്ള മറ്റു പട്ടികജാതി പട്ടികവർഗങ്ങൾക്കും നീതിയും ന്യായവും നടപ്പാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ പാർട്ടി നിലകൊള്ളുന്നത്. അത് നിലകൊള്ളേണ്ടതും അതിന് തന്നെയാണ്. മറ്റു തരത്തിലുള്ള കള്ളക്കടത്തുകാരും സ്വർണം വെട്ടിപ്പുകാരും സ്വർണ്ണക്കടത്തുകാരുമായിട്ടല്ല ഈ പാർട്ടി ബന്ധപ്പെട്ട് നിൽക്കേണ്ടത്. ഇവരുടെ ഈ സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഒരു പ്രാധാന്യം ഭരണതലത്തിൽ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ പാർട്ടി നിലകൊള്ളേണ്ടതായിരുന്നു. എന്നാൽ ഏതാനും വർഷങ്ങളോ ദശകങ്ങളോ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല കേരളത്തിലെ സ്ഥിതി. EMS നമ്പൂതിരിപ്പാട് എന്നൊരു നമ്പൂതിരി ഈ ഒരു പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അദ്ദേഹം ലക്ഷ്യം വെച്ചത് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. അതാണ് കമ്മ്യൂണിസം, അതാണ് ദാസ് ക്യാപിറ്റലോ അതല്ലെങ്കിൽ കാൾ മാർക്സോ മുന്നോട്ട് വെച്ച ലക്ഷ്യം. അതായത് സമൂഹത്തിലെ തൊഴിലാളികളും താഴെക്കടയിലുള്ള ഒരു കർഷകർക്കൊക്കെ ഒരു നേട്ടം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈ പാർട്ടി കണ്ടമാനം സംഭാവന നൽകിയിട്ടുണ്ട്. ഓരോ പാർട്ടിക്കും അതിൻ്റെതായ ഒരു പ്രത്യേകതകൾ ഉണ്ടെങ്കിലും ഈ പാർട്ടി അങ്ങനെ കേരളത്തിലെ സാമൂഹ്യ മേഖലയിൽ വളരെയധികം പ്രാധാന്യം താഴെക്കിടയിലുള്ള ജനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടിരുന്ന പാർട്ടിയും അവരുടെ ജീവിതങ്ങളിൽ അനുദിന ജീവിതങ്ങളിൽ മാറ്റം വരുത്തിയ പാർട്ടിയാണ്. ഈ ഇടക്കാലത്ത് വെച്ച് നമ്മൾ കണ്ടത് KT ജലീല്, PV അൻവർ, കാരാട്ട് റസാഖ് പോലെയുള്ള ആൾക്കാർ വന്ന് ഈ പാർട്ടി മൊത്തമായിട്ട് വിഴുങ്ങി. അതിനുശേഷം KT ജലീൽ മന്ത്രിയായിരുന്ന സമയത്ത് നമ്മളൊരു ലിസ്റ്റൊക്കെ കണ്ടു. എങ്ങനെയാണ് വളരെ വലിയ മതേതരനും നന്നായിട്ട് ഒരു വിവരങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് KT ജലീൽ. അദ്ദേഹം എങ്ങനെയാണ് നമ്മുടെ ഈ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് നീതി നടപ്പാക്കി കൊടുത്തതെന്ന് നമ്മളൊരു ലിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ബോർഡ്, ആ ബോർഡിന്റെ ഒരു കമ്മിറ്റി മെമ്പർഷിപ്പ് എടുത്തിട്ട് നിങ്ങൾ വെറുതെ ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ജലീൽ ഉണ്ടാക്കിയ ലിസ്റ്റ്, ആ ലിസ്റ്റിന്റെ അത്ര മതേതരത്വമുള്ള ഒരു ലിസ്റ്റ് നമ്മൾ ഇന്നേ വരെ ഈ കേരളത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. അത്രയും സുന്ദരമായിട്ടുള്ള മതേതരനായ ജലീലുണ്ട്. ആ ലിസ്റ്റ് ഒന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് വായിച്ചു നോക്കണേ. എന്താണ് ജലീൽ ന്യൂനപക്ഷ ഉന്നമനത്തിന് വേണ്ടി ഉണ്ടാക്കിയ ബോർഡ്, ഡയറക്ടർ ബോർഡോ അങ്ങനെയുള്ളൊരു അധികാര സ്ഥാനത്തേക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ലിസ്റ്റ് നിങ്ങളൊന്ന് നോക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. തന്നെയുമല്ല, PV അൻവർ പാർട്ടിക്കുള്ളിൽ ഒരു പ്രശ്നവുമായി വന്നപ്പോൾ വേഗം ഓടിയെത്തിയത് ജലീലും കാരാട്ട് റസാഖിയാണ്. അതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഭാഗം. കാരണം എങ്ങനെയാണ് അവർക്ക് എന്തുകൊണ്ടാണ് PV അൻവറിന് വിട്ടു പോയേണ്ടി വന്നത്? ഒരു KT ജലീൽ ഒരു അങ്ങേയറ്റം വരെ എത്തിയെങ്കിലും അവസാന നിമിഷം സഖാവായി തുടരാമെന്നൊരു നിലപാടിലേക്ക് അദ്ദേഹം പിന്മാറി. ഇപ്പൊ PV അൻവർ പോയിട്ട് ഇന്ത്യ മുന്നണിയിൽ ചേരുകയും അതോടൊപ്പം തന്നെ സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനൊക്കെ കണ്ട് വേറൊരു നീക്കുപോക്കാണ് നടത്തുന്നത്. പാർട്ടിയിൽ നിന്ന് നേടാനുള്ളതൊക്കെ നേടി ഈ പാർട്ടിനെ വലിച്ചെറിഞ്ഞിട്ട് പോകാനായിട്ടുള്ള ഒരു ഇതിലേക്കാണ് അദ്ദേഹം എത്തുന്നത്. ഇതിനെ എങ്ങനെ CPM നേരിടും? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈഴവന്റെ പാർട്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇന്ന് നമ്മൾ ഹൈന്ദവ സഹോദരങ്ങളുടെ സ്ഥിതിവിശേഷം നമ്മൾ കേരളത്തിൽ എടുക്കുമ്പോൾ ഒരു അമ്പലത്തിൽ പോകുന്നവനെയോ അല്ലെങ്കിൽ അവരുടെ ഹൈന്ദവ ആചാരങ്ങളിൽ മുഴുകുന്നവനെയോ മൊത്തമായിട്ടും ഒരു സംഖ്യയായി ചിത്രീകരിച്ച് അവരൊക്കെ കലാപകാരികളും സമാധാനപ്രിയരായ ഹൈന്ദവ സഹോദരങ്ങളെ അങ്ങനെ ഒരു സ്ഥിതിയിലേക്കാണ് ഇവർ കൊണ്ടെത്തിച്ചത്.
ഇതിന് ഉത്തരവാദിയായ നേതൃത്വം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കണം എന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ഇന്ന് കണ്ടുവരുന്ന ഈ ഹൈന്ദവ ആചാരങ്ങൾ മറ്റു മതസ്ഥരെ പോലെ തന്നെ അവർക്കും ക്ഷേത്രങ്ങളിൽ പോവാനും അവരുടെ ആചാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വ്യക്തമായ അവകാശം നമ്മുടെ ഭരണഘടന അനുവദിച്ചു കൊടുക്കുന്നു. അവരെ തരം താഴ്ത്തുന്ന രീതിയിലേക്ക് ഈ സുഡാപ്പികൾ കൊണ്ടെത്തിച്ചു. നമ്മുടെ മാധ്യമങ്ങൾ അതിന് ചൂട്ടുപിടിക്കുന്നു. എന്താണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് ഭയം? ഈ വക കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ടുള്ള എന്ത് പ്രശ്നമാണ് ഇവർക്ക്? എവിടെയോ അവർ ഭയക്കുന്നത് പോലെ. അത് സാമ്പത്തികമായിട്ടുള്ള അവരുടെ പരസ്യങ്ങളിലേക്ക് വരുന്നതാണോ, അത് അവർക്ക് മധ്യപൂർവേഷ്യയിൽ അവരുടെ ചാനലുകൾ കൊണ്ടുപോകുന്നതിനുള്ള തടസ്സങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു ഭയമാണോ? ആ ഭയത്തിൽ നിന്നും നമ്മുടെ മാധ്യമങ്ങളെ വിമുക്തമാക്കേണ്ടത് നമ്മുടെ ഏതൊരുവിൻ്റെയും കർമ്മമാണ്. ഇവരൊക്കെ സംസാരിക്കാൻ ഇപ്പൊ അടുത്തു വരുന്ന വിഷയങ്ങളാണ്. വഖഫ് ബോർഡ് കണ്ടമാനം ജനങ്ങൾ ദുരിതം അനുഭവിക്കാൻ പോവുകയാണ്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ഏക്കർ കണക്കിന് ഭൂമി വഖഫ് ബോർഡ് അവരുടേതാണെന്നും പറഞ്ഞിട്ട് അവർക്ക് കിട്ടാൻ പോകുന്നില്ല. എന്നിരുന്നാലും ഈ ഭൂമി വെച്ചിട്ട് ഒരു ലോൺ എടുക്കാൻ സാധിക്കില്ല. ഈ ഭൂമി വെച്ചിട്ട് അവരുടെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ വീട്ടിൽ വിവാഹം നടത്താൻ സാധിക്കില്ല. അതല്ലെങ്കിൽ ആ ഭൂമി വെച്ച് എന്തെങ്കിലും ദൈനംദിന ആശുപത്രിയിലെ ആവശ്യങ്ങൾക്കോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കോ അവർക്കൊരു പണം വെക്കാനായിട്ടുള്ള സ്ഥിതിയിൽ കോടതിയിലേക്ക് ഇവരെയും മറ്റു മതസ്ഥരെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കുകയാണ് ഈ വഖഫ് ബോർഡ് പോലെയുള്ള ഇതുകൾ. ഇതിനൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്ന് അധികാരത്തിലിരിക്കുന്ന ഇടതിനും വലതിനും സാധിക്കാത്തൊരു സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നേതൃത്വം കൊടുക്കാനായിട്ട് BJPയിൽ നല്ലൊരു നേതൃത്വം കൊടുക്കാനായിട്ട് ഒരു നല്ലൊരു നേതാവ് വന്നു കഴിഞ്ഞാൽ മറ്റു മതസ്ഥർക്ക് നീതി നടപ്പാക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.